بسم الله الرحمن الرحيم الله نحمده دوما ونشكره على هدايته للدين إيانا وللتفقه فيه بأنه نرجو به السلامة في دنيا وأخرانا يا ربي صل على خير الورى وعلى جميع تبعه دينا وإحسانا إلهنا إننا عبادك الفقراء طلاب علم لنا لا بد أن كان وارزق بجودك يا رحمننا حكما بها نفوز ومنك غفران والصبر والحرص في تعلم وذكاء وبلعة وهدى مولى ورحمانا واغفر لنا سيما للوالدين وما كانوا لنا وليها للدرس عوانا واجزل أساتذتنا خير ما يجزى واجزل لهم منك غفرانا ورضوانا حسن هوائجنا وامنع عوائقنا من درسنا وقنا كسلا وخذلانا سهل لنا سبل الجنة وارزقنا جوار سيدنا روحا وريحانا بمهد فضلك يا ذا الجود والكرم اسمع بجاه شفيع الخلق دوانا لا تجعل الدرس يا قيوم مندرسا بل قائما بهما كأنت ملجانا واجعل مدرسها للدرس من علماء واغفر لنا ولهم يا أرحم الرحماء وانصر معلمنا وارحم مصنفنا ووالدينا لنا رب البريات وصلي ثم سلما على الشفيع بلا والآل والحمد للرحمن مولانا ربي يسر ولا تعسر أموري ربي زدنا علما وحلما يا باري هم الله هذا الدرس في كل ساعة بجاه رسول الله
حتى القيامة يا معشر الهرار مجلس درسنا وصلوا على هذا النبي وسلموا. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്കാരവുമായി ബന്ധപ്പെട്ട സമയങ്ങളാണ്. ഇന്നലെ പറഞ്ഞ് നാം എത്തിയത് വൈൻ മദാമിൻ അവൽ വക്തി. അവിടെ മുതൽ നമുക്ക് നിർക്കാണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മസ്തർ പഠിക്കാൻ പോവാണ്. വൈൻ മദാമിൻ അവൽ വക്തി, സമയങ്ങളിൽ നിന്ന് സമയത്തിന്റെ ആയത്തിൽ അവന് കഴിഞ്ഞു കടന്നു. മാ യുംകിനു ഫീഹി സ്വലാത്തു, നിസ്കരിക്കാൻ പറ്റുന്നതായ ഒരു സമയം. നിസ്കാരത്തിന്റെ സമയത്തിന്റെ ആയത്തിൽ കഴിഞ്ഞു കടന്നു. മസ്അല പറയാണ്, ശ്രദ്ധിക്കുക. വൈൻ മദാമിൻ അവലി യൗമിൽ വഖ്തി, നിസ്കാരത്തിന്റെ സമയത്തിന്റെ ആയത്തിൽ അവന് കഴിഞ്ഞു കടന്നു. മാ യുംകിനു ഫീഹി സ്വലാത്തു, നിസ്കരിക്കാൻ പറ്റുന്നതായ സമയം കഴിഞ്ഞു കടന്നു. അങ്ങനെ സമയം കഴിഞ്ഞതിന് ശേഷം ജുന്നാവൻ ഭ്രാന്തനായി, ഹാലത്തിന് അവൾ ഹൈദുകാരിയായി എങ്കിൽ വജബൽ ഖദാഉ, ആ നിസ്കാരം ഖദാ നിർബന്ധമാണ്. ഉദാഹരണം പറയാം, നിസ്കാരം 12:30 12:30 നിസ്കാര സമയമായി. അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് മതിയല്ലോ ദൂരത്ത് നിസ്കരിക്കാൻ. ആ 10 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇവന് സുഖമില്ലാണ്ടായി, ഭ്രാന്ത് തുടങ്ങി. അങ്ങനെ ആ ഭ്രാന്ത് മാറിയതിന് ശേഷം ഇവന് നഷ്ടപ്പെട്ട നിസ്കാരം ഉണ്ടല്ലോ, 10 മിനിറ്റ് 20 മിനിറ്റ് നിസ്കരിക്കാൻ സമയം ഉണ്ടായിരുന്നു അവൻ നിസ്കരിച്ചില്ല. ആ നിസ്കാരം എന്ത് ചെയ്യണം? ഖദാ വിട്ടു. അല്ലെങ്കിൽ ഹൈദുണ്ടാകും, സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകാനാണ്. സമയമായതിന് ശേഷം ഓള് സാധാരണ സ്ത്രീകള് നിസ്കാരോട് കൂടി ജമാഅത്ത് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള പരിപാടി നോക്കാം. സമയമായി ഒന്നപ്പോൾ ഒന്നും നിസ്കരിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഇസ്ലാം കൊടുക്കണതിൻ്റെ 10 മിനിറ്റ് മുമ്പ് കൊടുത്ത് നിസ്കരിച്ചു. അതിന് ശേഷം പിന്നെ ഇസ്ലാം കൊടുത്തതിന് ശേഷം നിസ്കരിച്ചു സാധാരണ സ്ത്രീകൾ. അപ്പോൾ അവർക്കൊക്കെ വരുന്നത് ഫാൾട്ടാണ്. എന്ത് 3 മണി ആ സമയത്തൊക്കെ എന്താവും, ദൂറിൻ്റെ സമയം കഴിയുന്നതിന് മുന്നേ അവർക്ക് അതുണ്ടായാൽ ആ ദൂറ് എന്ത് ചെയ്യണം? ഖദാ വിട്ടണം. ഒന്നുകൊണ്ട് പറയാണ് മസാല ശരിക്കും അർത്ഥമൊക്കെ ശ്രദ്ധിച്ചോളി. വൈൻ മദാ, ഒരുത്തന് കഴിഞ്ഞു കടന്നു. മിൻ അവലിൽ വക്തി, സമയത്തിന്റെ ആയത്തിൽ. മാ യുംകിനു ഫീഹി സ്വലാത്തു, നിസ്കരിക്കാൻ പറ്റുന്നതായ സമയം, നിസ്കരിക്കാൻ സൗകര്യമുള്ള സമയം കഴിഞ്ഞു കടന്നു. ഫജുന്ന, അങ്ങനെ അവൻ ഭ്രാന്തനായി, അല്ലെങ്കിൽ ഹാലത്ത് അല്ലെങ്കിൽ ഹൈദുകാരിയായാൽ ഫജബൽ ഖദാഉ, ആ നിസ്കാരം അവൾ ഖദാ വീട്ടണം, നിർബന്ധമാണ്. ഇനി അടുത്ത മസാല ശ്രദ്ധിക്കുക. കാരണത്തോടു കൂടി ഫർദ് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് ഖദാ വീട്ടല്, പെട്ടെന്ന് ഖദാ വീട്ടൽ സുന്നത്താണ്. കാരണമില്ലാതെയാണ് ഖദാ എങ്കിൽ വജബൽ ഫൗറു, അത് പെട്ടെന്ന് നിസ്കരിക്കാൻ നിർബന്ധമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 3 കാരണവശാണ് അനുവദിച്ചത്. ഒന്ന് ഇറങ്ങിപ്പോയി. എങ്ങനെ ഇറങ്ങിപ്പോയേ? നിസ്കാര സമയമാണ് മുന്നിൽ ഉറക്കലാണ്. നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് അവിടെ വന്നത്. അത് കാരണത്തോടു കൂടിയാണ്. കാരണം അവൻ്റെ ആ കാര്യം അനുവദിക്കും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അനുവദിക്കുക എന്നാ മറന്നുപോയി, ഒരു ഓർമ്മ ഉണ്ടായി. നിസ്കാരം അതിൻ്റെ ശേഷവും ആയിട്ടും അതിൻ്റെ ശേഷം ഓർമ്മ ഉണ്ടായില്ല.
ശ്രദ്ധ അല്ല, അതുകൊണ്ട് പാട്ടല്ലല്ലോ. ആ രണ്ട് കാരണമാണ് ഇസ്ലാം അനുവദിച്ച കാരണം എന്ന് പറഞ്ഞാൽ. ഇനി പണിക്ക് പോയിന്നോ മറ്റൊന്നും കാരണം കല്യാണം ഉണ്ടായിരുന്നോ മറ്റൊന്നും കാരണം ഇസ്ലാം അനുവദിക്കുന്ന കാരണമല്ല. അപ്പോൾ കാരണത്തോടു കൂടിയാണ് ഫർദ് നിസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ അത് പെട്ടെന്ന് നിസ്കരിക്കൽ സുന്നത്താണ്. അതല്ല കാരണമില്ലാതെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ വജബൽ ഫൗറു, അത് പെട്ടെന്ന് നിസ്കരിക്കുന്നത് നിർബന്ധമാണ്. നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടാൽ നുദിബൽ ഫൗറു, പെട്ടെന്ന് നിസ്കരിക്കാൻ സുന്നത്താക്കപ്പെടും. ഫിൽ ഖളാഇ, ഖളാ വീട്ടുന്നതിൽ പെട്ടെന്നാക്കുക സുന്നത്താണ്. വയം ഫാതത് ബിഉദ്രിൻ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടാൽ വജബൽ ഫൗറു, പെട്ടെന്ന് നിസ്കരിക്കാൻ നിർബന്ധമാണ്. ഈ വിഷയത്തിൽ നോമ്പും ഇപ്രകാരം തന്നെ. കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് നിസ്കരിക്കാൻ സുന്നത്താണ്. കാരണമില്ലാതെ നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് നോമ്പെടുക്കൽ നിർബന്ധമാണ്. വസ്വാമു, നോമ്പാകുന്നൊക്കെ സ്വലാത്തി, നിസ്കാരം പോലെയാണ്. ഈ വിഷയത്തില് കാരണത്തോടു കൂടി നോമ്പ് നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധം സുന്നത്ത്. കാരണമില്ലാതെ നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധം. റമദാൻ മാസം നോമ്പേ. വയറുന്നു ഹറാമാകും തർഖീഹി, നോമ്പിനെ പിന്തിപ്പിക്കൽ. റമദാനൽ ഖാവില, അടുത്ത റമദാൻ വരെ പിന്തിപ്പിക്കൽ ഹറാമാണ്. അതിന് നമുക്ക് അടുത്ത റമദാൻ ആകുന്ന മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നോമ്പ് ഖളാ ആയാൽ ഖളാ വീട്ടണം. നഷ്ടപ്പെട്ടു പോയ നിസ്കാരം തർത്തീബാക്കുക സുന്നത്താണ്. ലോഹർ ആദ്യം നഷ്ടപ്പെട്ടെങ്കിൽ ആ ലോഹർ ആദ്യം നിസ്കരിക്കുക, പിന്നെ അസ്ർ നിസ്കരിക്കുക, പിന്നെ മാലിബ്, അങ്ങനെ ആ നിസ്കാരം ഖളാ ആയി പോയ നിസ്കാരത്തെ തർത്തീബാക്കുക സുന്നത്താണ്. വയുന്തബു തർത്തീബുൽ ഫവായിദ്, നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ ക്രമമായി നിസ്കരിക്കൽ സുന്നത്താക്കപ്പെടും. അത് മാത്രമല്ല, നിസ്കാരം ഒരാൾക്ക് ലോഹർ ഖളായി, അസറിന്റെ സമയമായപ്പോലെ ഖളാവുക. അസറാണ് നിസ്കരിക്കേണ്ടത്, ആദ്യം ലോഹറാണ് നിസ്കരിക്കേണ്ടത്. ഖളാ ആയി പോയ നിസ്കാരത്തെയാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. ലോഹർ ഖളാ ആയാൽ അതാണ് ആദ്യം നിസ്കരിക്കേണ്ടത്, പിന്നെയാണ് അസറിനെ നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. അതേസമയം അസറും ഖളാ സമയത്താണ്, അസർ ഖളാ ആയിട്ടുണ്ട്, അപ്പൊ ആദ്യം നിസ്കരിക്കേണ്ടത് അസറാണ്, പിന്നെ ലോഹർ നിസ്കരിക്കേണ്ടത് കേട്ടോ. ഫൗത്തായി പോയ നിസ്കാരത്തെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും. അൽഹാദുറത്തി, ഹാദറ നിസ്കാരത്തെക്കാൾ ഇല്ല. ഹാദറ നിസ്കാരം ഇപ്പൊ നഷ്ടപ്പെടുന്ന പേടിച്ചാൽ ഒഴികെ, ഹാദറ നിസ്കാരം നഷ്ടപ്പെടുന്ന പേടിച്ചാൽ അത് നിസ്കരിക്കേണ്ട ഹാദറ നിസ്കാരമാണ്, പിന്നെയാണ് ഖളാ. ഫൈജിബു, അപ്പോൾ നിർബന്ധമാണ്. തഖ്ദീമു ഹാദറ നിസ്കാരത്തെ മുന്തിക്കൽ, നഷ്ടപ്പെട്ട് പേടിച്ചാൽ. നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ ഭാവിച്ചവനാ നിലയിൽ സഅത്തൽ വഖ്തി, സമയം വിശാലമാണ്, ഹാദറ നിസ്കാരത്തിന് സമയം വിശാലമാണ് എന്ന ധാരണയിൽ ഒരാൾ ഫൗത്തായി പോയ നിസ്കാരം ഖളാ വീട്ടുന്നതിൽ പ്രവേശിച്ചാൽ പിന്നീട് മനസ്സിലായി ഹാദറ നിസ്കാരം കുടുസാൽ വ്യക്തമായി, സമയമില്ല, സമയമില്ല എന്ന് വ്യക്തമായാൽ വജബ ഖത്ഉഹാ, നഷ്ടപ്പെട്ട നിസ്കാരത്തെ മുറിക്കൽ നിർബന്ധമാണ്. വഫീലുൽ ഹാദിറത്തി, ഹാദറ നിസ്കാരത്തെ നിസ്കരിക്കലും നിർബന്ധമാണ്. ഉടനെ മുറിച്ചിട്ട് അടുത്ത് ഖളാ ഹാദറ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിക്കുക, അത് നിർബന്ധം. ഒരാൾക്ക് ഓർമ്മ ഉണ്ടായില്ല, ഹാദറ നിസ്കാരം നിസ്കരിക്കാൻ സമയം ഉണ്ടാവും. ഹാദറ നിസ്കാരം വിശാലമാണെങ്കിൽ ഒരുപാട് സമയമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഫൗത്താ നിസ്കാരത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് വ്യക്തമായത് എന്ത്, ഹാദറ നിസ്കാരം സമയമില്ല, അവിടെ എന്ത് ചെയ്യണം? ഫൗത്താ നിസ്കാരം മുറിച്ചിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തത് ചെയ്യാം, ഹാദറ നിസ്കാരം നിസ്കരിക്കുക, പിന്നീട് എന്ത് ചെയ്യുക? ഖളാ വീട്ടുക. ഓക്കെ. അമൻ അലൈഹി
ഫായിതത്തുൻ, ഒരാളെ മേലെ ഫൗത്താ നിസ്കാരമുണ്ട്. ഇതെല്ലാവർക്കും പലരും ചോദിക്കുന്ന സംശയമാണ്. ഉസ്താദെ ഫൗത്താ നിസ്കാരമുണ്ട്, ജമാഅത്തും ഉണ്ട്, ജമാഅത്തോടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് അത് നിസ്കരിക്കേണ്ടത്? ജമാഅത്ത് കൂടെ വേണ്ടത് അല്ലെ ഫൗത്താ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടത്? മനസ്സിലാക്കാൻ ചോദിച്ച പറഞ്ഞു കൊടുക്കാം. അമ്മനാലേഹി ഫായിദത്തിന് ഒരാളെ മേൽ ഫൗത്താ നിസ്കാരമുണ്ട്. ഫൗത്ത ജമാഅത്തൽ ഹാദിറ, ഹാദിറ നിസ്കാരത്തിന് ജമാഅത്തിൽ നടക്കുന്നുണ്ട്, എത്തിച്ചു അവന്. അവൻ എത്തിച്ചു ജമാഅത്തുൽ ഹാദിറ, ഹാദിറ നിസ്കാരത്തിന് ജമാഅത്ത് എത്തിച്ചു ചെയ്താൽ കായിമത്തൻ എങ്ങനെ എത്തിച്ചു? നിർത്തപ്പെട്ടതായിട്ട്. എങ്കിൽ നുദിബ തഖദീമുൽ ഫായിദത്തി മുൻഫരിദൻ, ഒറ്റക്ക് ഫൗത്താ നിസ്കാരത്തെ മുന്തിക്ക സുന്നത്താണ്. തുമ്മൽ ഹാദിറത്തു, പിന്നെ ഹാദിറ നിസ്കാരത്തെ മുന്തിക്ക സുന്നത്താണ്. അത് നിസ്കരിക്കേണ്ട ഫൗത്താ നിസ്കാരമാണ്, അതിനെ മുന്തിക്ക സുന്നത്ത്. എന്താ പറയാമൻ അലൈഹി ഫായിദ് എന്ന് ഒരാളെ മേൽ ഫൗത്താ നിസ്കാരമുണ്ട്. ഫൗത്തത്തെ ജമാഅത്തുൽ ഹാദിറ, ഹാദിറ നിസ്കാരത്തിന് ജമാഅത്തിനെ എത്തിച്ചു, കായിമത്തൻ നിർത്തപ്പെട്ടതായിട്ട് എത്തിച്ചാൽ നുദിബ തഖദീമുൽ ഫായിദത്തി മുൻഫരിദൻ, തനിച്ചവനായ നിലയിൽ ഫൗത്താ നിസ്കാരത്തെ മുന്തിക്ക സുന്നത്താണ്. തുമ്മൽ ഹാദിറത്തു, പിന്നെയാണ് ഹാദിറ നിസ്കാരത്തെ മുന്തിക്ക സുന്നത്ത്. ഒരാളെ മേലെ ഫൗത്താ നിസ്കാരം ഒരുപാടുണ്ട്. കുറേ നിസ്കാരം ആദ്യം അന്തല്ലാതെ കുറെ നടന്ന നിസ്കാരം നഷ്ടപ്പെടുത്തി. എത്ര ഉണ്ട് എന്നുള്ളവന് അറിയില്ല. എന്നാൽ അഞ്ച് വക്ത നിസ്കാരവും നമ്മൾ നിർബന്ധമാണ്. എങ്ങനെയാണ് മസാല വെച്ചാൽ, ഒരാളെ മേലെ നിസ്കാരം വന്നതായിട്ടുണ്ട്. അത് ദൂറാണോ യസൂറാണോ മാദിബാണോ ഇഷാണോ എന്നറിയില്ല. ഇല്ല, ഒന്നിൽ കൂടുതൽ നിസ്കാരം വന്നതായിട്ടുണ്ട്. ഏത് നിസ്കാരമാണെന്ന് അവന് ഓർമ്മയില്ല. എന്നാൽ അവൻ എന്ത് ചെയ്യണം? 5 വക്ത നിസ്കരിക്കണം. അമൻ നസിയ സ്വലാത്തൻ, ഒരാളെ മേൽ നിസ്കാരം മറന്നുപോയി. ഫക്തറാലി, ഒരു നിസ്കാരം ഒന്നിൽ കൂടുതൽ നിസ്കാരം മറന്നുപോയി. മീന ഹംസി, 5ൽ നിന്ന് മറന്നുപോയി. ഫലം യാരിഫ ഐനഹ, ഏത് നിസ്കാരമാണെന്ന് അവൻ അറിയില്ല, നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവനറിയാം. എന്നാൽ ലസിമഹുൽ ഹംസു, 5 നിസ്കാരവും അവൻ്റെ നിർബന്ധമാണ്. അവന് കരുതണം ബിക്കുല്ലിമായി, ഓരോ നിസ്കാരം കൊണ്ട് മൽ ഫായിദത, നിസ്കരിക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെന്ന് കരുതിയിട്ട് 5 വക്ത നിസ്കരിക്കൽ നിർബന്ധമാണ്. അവൻ നസിയ, ഒരുത്തൻ മറന്നുപോയി, സ്വലാത്തൻ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം, ഒരു നിസ്കാരം, ഫക്താലി ഒന്നിൽ കൂടുതൽ, പിന്നെ ഹംസി 5 നിസ്കാരം ഒന്നിൽ കൂടുതൽ നഷ്ടപ്പെട്ട് മറന്നുപോയി. പല മേരിപ്പൻ അറിയില്ല, ഇനഹ നിസ്കാരമാണെന്ന് അറിയില്ല. എന്നാൽ ലസിമ ഉൽ ഹംസു, അവനക്ക് 5 നിസ്കാരം നിർബന്ധമാണ്. ബിക്കുല്ലി വാഹിദിൻ, ഓരോ നിസ്കാരം കൊണ്ടും അൽ ഫായിദത, നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെന്ന് കരുതണം. ഒരുപാട് അറിവുകൾ ഇന്ന് പഠിച്ചതാണ്. ഒന്ന്, ഒരാൾക്ക് സമയം ആയതിനു ശേഷം, ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കാൻ സമയം ഉണ്ടായിരിക്കുക, നിസ്കരിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഭ്രാന്തനായി എഴുതുകാരിയായി എങ്കിൽ ആ നിസ്കാരം ഭ്രാന്ത് തെളിഞ്ഞതിന് ശേഷം, മാറിയതിന് ശേഷം, അല്ലെങ്കിൽ ഏത് പറഞ്ഞാൽ കുടിച്ചതിന് ശേഷം നിസ്കാരം ചെയ്യണ കഥ കിട്ടണം, നിർബന്ധമാണ്. ഒരാൾക്ക് കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ നിർബന്ധമാണ്. കനത്തോടു കൂടി നഷ്ടപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ സുന്നത്താണ്. നോമ്പും മസ്അല ഇപ്രകാരമാണ്. അടുത്ത റമദാനിലേക്ക് ബന്ധിപ്പിക്കൽ ഹറാമാണ്. പിന്നെ ഫൗത്താ നിസ്കാരങ്ങളുണ്ടെങ്കിൽ അത് തർത്തീബായി നിസ്കരിക്കാൻ സുന്നത്താണ്. ഹാദറ നിസ്കാരത്തേക്കാൾ നഷ്ടപ്പെട്ട നിസ്കാരത്തെ ബന്ധിക്കാൻ സുന്നത്താണ്. ഹാദറ നിസ്കാരം നഷ്ടപ്പെട്ട് പേടിച്ചാൽ ഹാദറ നിസ്കാരത്തെയാണ് ബന്ധിക്കൽ നിർബന്ധമാണ്. ഫൗത്താ നിസ്കാരത്തിലേക്ക് കടന്നാൽ നിസ്കാരം വിശാലുണ്ടെന്ന് ഹാദറ നിസ്കാരത്തിൻ്റെ സമയം വിശാലുണ്ടെന്ന് കരുതിക്കൊണ്ട് ഭാവിച്ചുകൊണ്ട് ഒരാൾ ഫൗത്താ നിസ്കാരത്തിൽ പ്രവേശിച്ച് പിന്നീട് വ്യക്തമായി ഹാദറ നിസ്കാരത്തിന് സമയമില്ല വ്യക്തമായാൽ അത് ഫൗത്താ നിസ്കാരം ഖദാ നിസ്കാരം എന്ത് ചെയ്യണം? മുറിച്ചിട്ട് ഹാദറ നിസ്കാരത്തെ നിർവഹിക്കണം. ഹാദറത്തെ നിർവഹിക്കണം. ഒരാളെ മേലെ ഒരാൾക്ക് ഫൗത്താ നിസ്കാരം ഉണ്ടായിരിക്കുക, ജമാഅത്ത് നിർത്തപ്പെട്ടെന്ന് അവൻ എത്തിച്ചാൽ
മോൻ ചെയ്യേണ്ടത് ബോധാനിസ്കാരത്തെ മുന്തിക്കല സുന്നത്ത്, പിന്നീട് ആദര നിസ്കാരത്തെ നിസ്കരിക്കേണ്ടത്. ഒരാളുടെ മേലെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മറന്നുപോയി ഏത് നിസ്കാരമാണ്, ഒന്നോ ഒന്നിൽ കൂടുതൽ മറന്നുപോയി. എന്നാൽ അവൻ 5 വക്ത നിസ്കാരം നിസ്കരിക്കണം. ഓരോ നിസ്കാരം കൊണ്ടോ നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കുന്നത് കരുതുന്ന ഇത്രയും കാലം നിന്ന് പഠിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. നഷ്ടപ്പെട്ട സജ്ജനങ്ങളെ ഏർപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.